അർജുനെ കണ്ടെത്തിയതിനു പിന്നാലെ ജനപ്രതിനിധികളടക്കം നിരവധി പേരാണ് അർജുന്റെ കോഴിക്കോട് കണ്ണാടിക്കല്ല് വീട്ടിലേക്ക് എത്തുന്നത്. അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് എല്ലാ സഹായവും സർക്കാർ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി കുടുംബത്തെ അറിയിച്ചു. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള ചെലവ് വഹിക്കുമെന്ന് കർണാടക സർക്കാരും അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി എം രാഗേഷ് ചേരുന്നുണ്ട്. രാഗേഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ അർജുനെ കണ്ടെത്തിയതിന് പിന്നാലെ അർജുന്റെ വീട്ടിലേക്ക് നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ അർജുന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിനുള്ള സഹായവും സർക്കാർ ചെയ്യുമെന്നല്ലേ അറിയുന്നത്? വിശദാംശങ്ങൾ. തീർച്ചയായും ശ്രുതി, അർജുൻ്റെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് നിരവധി പേരാണ് ഇന്നലെ ഉച്ചതിരിഞ്ഞ് മുതൽ എത്തുന്നത്. ജനപ്രതിനിധികൾ, ഒപ്പം തന്നെ അർജുനെ അറിയുന്നവർ, കുടുംബക്കാർ, ഈ വാർത്ത നിരന്തരം ഫോളോ ചെയ്യുന്നവർ, ഇങ്ങനെ നിരവധി പേരാണ് അർജുൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉൾപ്പെടെയുള്ളവർ ഇന്നലെ അർജുൻ്റെ വീട്ടിലെത്തുകയും മുഖ്യമന്ത്രി സഹായം നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കുടുംബത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ KC വേണുഗോപാൽ MP, MK രാഘവൻ MP തുടങ്ങിയവരും അർജുൻ്റെ വസതിയിലെത്തി. കർണാടക സർക്കാരും അർജുൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ സഹായങ്ങളും ചെയ്യുമെന്നുള്ള കാര്യവും ഇവരെ അറിയിച്ചിട്ടുണ്ട്. അർജുൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ആവശ്യമായിരുന്നു DNA പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണമെന്നുള്ളത്. കാരണം ഭാവിയിൽ മറ്റു തരത്തിലുള്ള യാതൊരു വിവാദങ്ങളും ഉണ്ടാകരുത് എന്നുള്ളതും അർജുൻ്റെ കുടുംബത്തിന് നിർബന്ധമാണ്. അർജുൻ്റെ വീട്ടിൽ അർജുൻ്റെ അച്ഛൻ, അമ്മ, ഒപ്പം തന്നെ ഭാര്യ, കുഞ്ഞ്, സഹോദരി എന്നിവരെല്ലാം ഉണ്ട്. ഇവരുടെ അടുത്ത ബന്ധുക്കളെല്ലാം തന്നെ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി DNA പരിശോധനയ്ക്ക് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം അർജുൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തുന്നതും കാത്തിരിക്കുകയാണ് കുടുംബം. അർജുനെ കണ്ടെത്തിയതിന് പിന്നാലെ ജനപ്രതിനിധികളടക്കം നിരവധി പേരാണ് അർജുന്റെ കോഴിക്കോട്ടെ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അർജുന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് എല്ലാ സഹായവും സർക്കാർ ചെയ്യുമെന്ന് മുഖ്യമന്ത്രി കുടുംബത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും DNA ഫലം വരണം, അതിനുശേഷമേ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയൂ. അത് 2 ദിവസത്തോളം എടുക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.